നമസ്കാരം. ടോട്ടൽ ഫുട്ബോൾ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയെക്കുറിച്ചാണ്. മാഞ്ചസ്റ്റർ സിറ്റിയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ 115 ചാർജുകൾ ഇപ്പം കേസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പലർക്കും ഇത് കേട്ടിട്ടുണ്ടാവും, എന്താണ് ഈ 115 ചാർജുകൾ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ആരും അറിയില്ല. ചോദിച്ചാൽ തന്നെ എന്താണ് സിറ്റി ചെയ്ത കുറ്റം, അല്ലെങ്കിൽ എന്താണ് സിറ്റി ചെയ്തതായി പറയപ്പെടുന്ന കുറ്റം. ഇത് പ്രീമിയർ ലീഗും മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ളൊരു കേസാണ്. സിറ്റി കുറ്റം ചെയ്തതായിട്ട് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിന് കേസ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ഈ പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ പറയുന്ന ഈ 115 കുറ്റങ്ങൾ? ഈ 115 തരം കുറ്റങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ 115 സംഖ്യ എത്തിയത്? ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അങ്ങനെ പലർക്കും അങ്ങനെ അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു 115 ചാർജുകളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഇതെങ്ങനെയാണ് പുറം ലോകത്തേക്ക് എത്തിയത്, ഇതാരാണ് പുറം ലോകത്തേക്ക് അറിയിച്ചത് എന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു വ്യക്തിയാണ് റൂയി പിൻറ്റോ. റൂയി പിൻറ്റോ ഒരു പോർച്ചുഗീസ് ഹാക്കർ അല്ലെങ്കിൽ ഒരു വിസിൽ ബ്ലോവർ എന്ന് വേണമെങ്കിൽ പറയാം. റൂയി പിൻറ്റോ 2015 ഫുട്ബോൾ ലീഗ്സ് എന്നൊരു വെബ്സൈറ്റ് തുടങ്ങി. ഈ വെബ്സൈറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോളിൽ നടക്കുന്ന ഡീൽസുകൾ, ട്രാൻസ്ഫർ ഡീൽസ്, ഇതിലൊക്കെ ഉൾപ്പെടുന്ന ഏജൻറ്റുമാർ, ക്ലബ് ഭാരവാഹികൾ, ഇവരുടെയൊക്കെ ഇമെയിൽ ഹാക്ക് ചെയ്ത് അതിൽ നിന്ന് ആ ഡീലിൻ്റെ ഡീറ്റെയിൽസ് ചോർത്തിയെടുക്കുന്ന ഒരു പരിപാടിയാണ് റൂയി പിൻറ്റോ ചെയ്തത്. അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുറേ ട്രാൻസ്ഫർ ഡീൽസ് ഇൻവോൾവ് ആയിട്ടുള്ള ക്ലബ് ഭാരവാഹികളും ഏജൻറ്റുമാരുടെയൊക്കെ ഇമെയിൽ ഹാക്ക് ചെയ്ത് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ അത് 2018 ഡെൽ സ്പേഗർ എന്നൊരു ജർമ്മൻ ന്യൂസ് ഔട്ട്ലെറ്റിന് ലഭിക്കുകയുണ്ടായി. ഇവരാണ് ഇത് ആദ്യം പുറം ലോകത്തേക്ക് അറിയിച്ചത്. ഇങ്ങനെയാണ് എല്ലാ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ഈ 115 കുറ്റങ്ങൾ? മാഞ്ചസ്റ്റർ സിറ്റി ചെയ്തു എന്ന് പറയപ്പെടുന്ന 115 കുറ്റങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും സിറ്റി 115 തരം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ 115 തരം കുറ്റങ്ങളല്ല. ഇതൊരു 5 കുറ്റങ്ങളാണ് മാഞ്ചസ്റ്റർ സിറ്റി ചെയ്തു എന്ന് പറയപ്പെടുന്നത്. ഈ കുറ്റങ്ങൾ പലതവണയെ ആവർത്തിച്ചത് കൊണ്ടാണ് ഈ 115 എന്നൊരു സംഖ്യയിലേക്ക് എത്തിയത്. ഇത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നത് സ്കൈ സ്പോർട്സിൽ നിന്ന് എടുത്ത ഒരു സ്നിപ്പറ്റാണ്. അതിൽ മേജറായി പറയുന്നത് 5 കുറ്റങ്ങളാണ്. ഈ 5 കുറ്റങ്ങൾ പലതവണ ചെയ്തത് കൊണ്ടാണ് ഈ 115 എന്നൊരു സംഖ്യയിലേക്ക് എത്തിയത്. ഈ 5 കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഒരു ചാർജ് എന്ന് പറയുന്നത് ഫെയിലിയർ ടു പ്രൊവൈഡ് ആക്യുറേറ്റ് ആൻഡ് അപ് ടു ഡേറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് 2009 മുതൽ 2018 വരെയുള്ള കാലയളവിൽ മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ സാമ്പത്തിക കണക്കുകൾ കൃത്യമായി പ്രീമിയർ ലീഗിനെ അറിയിക്കാൻ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ ഒരു കാലയളവിൽ, അതായത് 2009 മുതൽ 2018 കാലയളവിൽ 54 തവണ ഈ ഒരു കുറ്റം മാഞ്ചസ്റ്റർ സിറ്റി ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ചാർജ് പറയുന്നത് ഫെയിലിയർ ടു പ്രൊവൈഡ് ആക്യുറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഫോർ പ്ലെയർ ആൻഡ് മാനേജർ കോമ്പൻസേഷൻ. അതായത് 2009 മുതൽ 2018 വരെയുള്ള കാലയളവിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഉണ്ടായിരുന്ന ചില മാനേജേഴ്സിനും പ്ലെയേഴ്സിനൊക്കെ അവരുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ അതിൽ കൂടുതൽ പണം മാഞ്ചസ്റ്റർ സിറ്റി നൽകി എന്നാണ് പറയുന്നത്. ഈ ഒരു കുറ്റം 14 തവണ 2009 മുതൽ 2018 വരെ മാഞ്ചസ്റ്റർ സിറ്റി ഈ ഒരു കുറ്റം ചെയ്തു എന്നാണ് ഈ ഒരു ചാർജ് പറയുന്നത്. ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ മേൽ ആരോപിക്കപ്പെടുന്ന മൂന്നാമത്തെ ചാർജിനെ കുറിച്ച് സംസാരിക്കാം. മൂന്നാമത്തെ ചാർജ് ഇതാണ്: ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് UEFA's റെഗുലേഷൻസ് ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റെഗുലേഷൻ. അതായത് UEFAക്ക് ഒരു ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റെഗുലേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് ഒരു ക്ലബിന് കിട്ടുന്ന പണത്തേക്കാൾ കൂടുതൽ അവർക്ക് ചിലവാക്കാൻ പാടില്ല, ഒരു ലിമിറ്റിൽ കൂടുതൽ പണം അവർക്ക് ചിലവാക്കാൻ പാടില്ല എന്നാണ് UEFA ഫെയർ പ്ലേ റെഗുലേഷൻ പറയുന്നത്. ഇത് 2013 മുതൽ 2018 വരെയുള്ള കാലയളവിൽ, ഒരു 5 കൊല്ല കാലയളവിൽ 5 തവണ മാഞ്ചസ്റ്റർ സിറ്റി ഈ കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ കുറ്റം പറയുന്നത് ബ്രീച്ചിങ് പ്രീമിയർ ലീഗ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റെഗുലേഷൻ, PSR റെഗുലേഷൻ എന്ന് പറയും. അതായത് ഇത് പ്രീമിയർ ലീഗിൻ്റെ PSR റെഗുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം UEFAയുടെ ഫിനാൻഷ്യൽ ഫെയർ പ്ലേയിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ്. ഈ PSR റെഗുലേഷൻ പറയുന്നത് ഒരു 3 സീസൺ കാലയളവിൽ ഒരു ക്ലബിന് 105 മില്യണിൽ കൂടുതൽ നഷ്ടം വരാൻ പാടില്ല എന്നാണ് പ്രീമിയർ ലീഗിൻ്റെ പ്രോഫിറ്റബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റെഗുലേഷൻസ് പറയുന്നത്. അതായത് 105 മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു 3 സീസൺ ടൈം ഫ്രെയിം നമ്മൾ നോക്കിയാൽ ഒരു സീസണിൽ ഒരു 35 മില്യൺ. ഇതിൽ കൂടുതൽ വരവിനേക്കാൾ ചിലവ് ആ ഒരു ക്ലബിന് പാടില്ല. അങ്ങനെ 3 സീസൺ നോക്കിയാൽ ഒരു 105 മില്യൺ വരും.
ഇങ്ങനെ 2015 മുതൽ 2018 വരെ 7 തവണ മാഞ്ചസ്റ്റർ സിറ്റി ഈ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത്തെ അവസാനത്തെ ആ ഒരു ചാർജിനെ കുറിച്ച് സംസാരിക്കാം. ഫെയിലിയർ ടു കോപ്പറേറ്റ് വിത്ത് പ്രീമിയർ ലീഗ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പം നമ്മൾക്കറിയാലോ 2018 ഈ ഒരു വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. എല്ലാവരും അറിയുന്നത് ഈ ഒരു 2018 ജർമ്മൻ ന്യൂസ് ഔട്ട്ലെറ്റായ ഡർ സ്പീഗൽ പുറത്ത് കൊണ്ടുവന്നപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. 2018 മുതൽ തന്നെ പ്രീമിയർ ലീഗ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ 2018 മുതൽ 2023 വരെയുള്ള കാലയളവിൽ പ്രീമിയർ ലീഗിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ വേണ്ട ചോദിച്ച് തെളിവുകൾ നൽകാതിരിക്കുക, ഇതൊക്കെയാണ് ഈ ഒരു ചാർജ് പറയുന്നത്. ഇത് ഈ ഒരു 5 വർഷ കാലയളവിൽ 35 തവണ മാഞ്ചസ്റ്റർ സിറ്റി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിയിരുന്നു എന്താണ് ഈ 115 ചാർജുകൾ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ മേൽ ആരോപിക്കപ്പെടുന്ന 115 ചാർജുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു ഫെയർ ഐഡിയ കിട്ടിയിരുന്നു. ഇത് 115 തരം കുറ്റങ്ങളല്ല, ഒരു മേജർ ആയിട്ട് ഒരു 5 കുറ്റങ്ങൾ പലതവണ മാഞ്ചസ്റ്റർ സിറ്റി ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിരുന്നു. ഞാൻ അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോയിട്ടില്ല. ഒരു ചെറിയൊരു അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു വിചാരണ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. ചിലപ്പം എവർട്ടണിന് കഴിഞ്ഞ സീസണിൽ സംഭവിച്ച പോലെ ഒരു പോയിന്റ് ഡിഡക്ഷൻസ് ആവാം, ചിലപ്പോൾ വെറും ഒരു ഫൈനൽ അത് ഒതുങ്ങാം, അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ശിക്ഷ വരാം. അതായത് പ്രീമിയർ ലീഗിൽ നിന്ന് റെലിഗേറ്റഡ് ആക്കുക, ബാൻ കിട്ടുക. ഇതൊന്നും അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കോടതി വിധിക്കാം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ മാഞ്ചസ്റ്റർ സിറ്റി കുറ്റം ചെയ്തു എന്ന് എവിടെയും പറയുന്നില്ല. ഇനി അഥവാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇത് മാഞ്ചസ്റ്റർ സിറ്റി കുറ്റം ചെയ്തു എന്ന് ഒരു ആരോപണമാണ്. അപ്പം മാഞ്ചസ്റ്റർ സിറ്റി കുറ്റം ചെയ്തതായിട്ട് ഞാൻ പറയുന്നില്ല. വിധി വരട്ടെ, വിധി വന്നിട്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പം ഈ ഒരു 115 കുറ്റങ്ങളെക്കുറിച്ച്, ചാർജസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.